ARS Associates in the fabrication warehouseകളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാദിഖ് റഹ്മാൻ. ഞാൻ WPC ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു 7 വർഷമായിട്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു ഗോഡൗണാണ്. നമുക്ക് ഇവിടെ അവിടെയായിട്ട് 2 ഗോഡൗണുണ്ട്. പിന്നെ കളമശ്ശേരിയിൽ നമ്മുടെ ഷോറൂമും ഉണ്ട്. നമുക്ക് ഇത് പെരുമ്പാവൂർ പൂക്കാട്ടുപടി റോഡിലുള്ള ഒരു ഷോപ്പാണ്. നമുക്ക് ഇപ്പോൾ ഇന്ന് WPCനെ കുറിച്ച് നമ്മൾ WPC പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുകൊണ്ട് മരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റായിട്ട് WPCയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇത് മേടിക്കുമ്പോൾ അത് WPCയുടെ ഒരു ഫ്രെയിം, നമുക്കൊരു ഫ്രെയിമിൻ്റെ ഒരു ഡീറ്റെയിൽ സംസാരിക്കാം. ഫ്രെയിം മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ഞാനിപ്പോൾ ഇത്ര 6-7 കൊല്ലമായി എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ ചെറിയ അറിവ് വെച്ച് ചെറിയൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന ബ്രാൻഡ് ഇക്കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാനൊരു 7 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി മറ്റുള്ളൊരു പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. ഇവിടെ ഈ ഗോഡൗണിൽ മെയിനായിട്ട് നമുക്ക് ഡോർ ഷീറ്റുകളാണ്. ഡോർ ഷീറ്റുകൾ അതുപോലെ കിച്ചൺ ക്യാബിനറ്റ് ചെയ്യുന്ന WPC ഷീറ്റുകളുടെ ഒരു സ്റ്റോക്കാണ് ഈ ഗോഡൗണിൽ. നമുക്ക് അപ്പുറം തന്നെ WPC ഫ്രെയിമിന് മാത്രമായിട്ട് വേറൊരു ഗോഡൗൺ കൂടി ഉണ്ട്. നമുക്കിന്ന് ഫ്രെയിമുകളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ കുറച്ച് സാമ്പിൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് കുറച്ച് കമ്പനികളുടെ സാമ്പിൾ, വേറെ കുറച്ച് കമ്പനി ഇക്കോസ്റ്റിന്റെ സാമ്പിളൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ച് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രെയിം വരുന്നത് ഈ ഒരു രീതിക്കാണ്. അതായത് മരത്തിൻ്റെ കൂട്ട് തന്നെ 4 ഇഞ്ച് വീതി. ഇതിപ്പോൾ 4 ഇഞ്ച് വീതി, അതായത് ഈ വരുന്ന വീതി 4 ഇഞ്ച്, എന്നിട്ട് ഈ കനം 2.5 ഇഞ്ച്. ഇതിൽ ഇങ്ങനെ ഇക്കോസ്റ്റ് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണിത്. ഇതേപോലെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഈ കളറിൽ അവൈലബിൾ ആണ്, ഈ കളറിൽ, അതേപോലെ മറ്റേ ഈ കളറ്, ബ്ലാക്ക് കളറ്, പല കളറിൽ നമുക്ക് ഈ സാധനം അവൈലബിൾ ആണ്. ഇതിലൊക്കെ നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാക്സിമം ബ്ലാക്ക് കളറുള്ള ഫ്രെയിംസ് നമ്മൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കണം. ബ്ലാക്ക് കളറുള്ള ഫ്രെയിംസിൽ കൂടുതലും റീസൈക്കിൾഡ് ആയിട്ടുള്ള പോളിമർ ആയിരിക്കും. ഈ കളറൊക്കെ വരുന്നതിൽ നമുക്ക് 100% ഒറിജിനൽ പോളിമർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കളറ് ബ്ലാക്ക് എടുക്കാതെ. എന്തെങ്കിലും ബ്ലാക്ക് കളർ ഉണ്ട്, ബ്ലാക്ക് കളർ വില കുറവായിരിക്കും, റീസൈക്കിൾഡ് പോളിമറാണ് അതിൽ വരുന്നത്, അത് മാക്സിമം എടുക്കാതെ നമ്മൾ നോക്കണം. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റി ഒരുപാട് കൂടിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡെൻസിറ്റി പല വിധേന കൂട്ടാം. ഇപ്പം ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിനകത്ത് ഇതിൻ്റെ ഫില്ലിങ് ചെയ്യണ മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ ഇതിന് പകരം നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ ഒരു ഫില്ലിങ് ഏജൻറ്റിനകത്ത് യൂസ് ചെയ്താലും നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ ഡെൻസിറ്റി കൂട്ടുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇപ്പം നമുക്ക് സ്ക്രൂ ഹോൾഡ് ചെയ്ത് നിൽക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ തരത്തിലുള്ള ഒരു എന്താ പറയുക ഫില്ലിംഗ് ഏജന്റ് ആണെങ്കിൽ മാത്രമാണ് ഡെൻസിറ്റി കൂടിയിട്ട് കാര്യമുള്ളൂ. നമ്മുടെ ഈ കമ്പനിയുടെ ഡെൻസിറ്റി പറയുന്നത് 0.85 ഡെൻസിറ്റി, 850 kg/m³ എന്നുള്ള ഡെൻസിറ്റിയാണ് ഇതിന് പറയുന്നത്. ഇത് ഞാൻ ചെക്ക് ചെയ്തു. ഇത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 1 ഡെൻസിറ്റി കിട്ടി. ഇത് ഞാൻ ചെക്ക് ചെയ്തു. ഇത് ചെക്ക് ചെയ്തപ്പോൾ 0.8 ഡെൻസിറ്റി കിട്ടി. അതേപോലെ ഈ ഫ്രെയിം ചെക്ക് ചെയ്തപ്പോൾ 0.9 ഡെൻസിറ്റി കിട്ടി. ഇത് ചെക്ക് ചെയ്തപ്പോൾ 8 ഡെൻസിറ്റി കിട്ടി. ഇത് ചെക്ക് ചെയ്തപ്പോഴും 0.8 ഡെൻസിറ്റി കിട്ടി. ഈ ഡെൻസിറ്റി നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഡെൻസിറ്റി നമുക്ക് എളുപ്പ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ ഐറ്റം അതിന്റെ ഡെൻസിറ്റി 1 ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എളുപ്പ വിധത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വെള്ളത്തിലിട്ട് നോക്കാം. വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ താന്നു പോകും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു ബക്കറ്റിൽ വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഈ ഒരു പീസ് ഇത് നമ്മൾ ഇടുമ്പോൾ ഇത് താന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ഡെൻസിറ്റി കൂടുതലാണ്. ഇതിന്റെ ഡെൻസിറ്റി നമുക്ക് പാർട്ട്ണർ ഡെൻസിറ്റി 0.97 സംതിങ് എന്ന് തോന്നുന്നു, 977. അതിന് മേലെയുള്ള ഏത് പ്രൊഡക്റ്റും നമ്മൾ വെള്ളത്തിലിട്ടാൽ താന്നു പോകും. ഇതിന് 0.85 ആണ് ഡെൻസിറ്റി പറയുന്നത്. നമുക്ക് വെള്ളത്തിലിട്ട് പോകാം, പക്ഷെ ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതേപോലെ ഇത് ഇക്കോസ്റ്റിന്റെ തന്നെ ഒരു ഫ്രെയിമാണ്. ഇതിന്റെ ഡെൻസിറ്റി 1 ആണ് കമ്പനി പറയണേ. നമുക്ക് ഇട്ട് നോക്കാം. അതും വെള്ളത്തിൽ താന്നുപോയി. പിന്നെ നമുക്ക് ഈ പറയണ 8 ഡെൻസിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ, ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 8 ആണ് കിട്ടിയത്. ഇത് ഇട്ട് നോക്കാം. ഇതും വെള്ളത്തിൽ പൊങ്ങി തന്നെ കിടക്കണേ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ വിധത്തിൽ നമുക്ക് ഇതിന്റെ ഡെൻസിറ്റി നമുക്ക് മനസ്സിലാക്കാം. അതായത് എക്സാക്ട് ഡെൻസിറ്റി അല്ല, ഒരു പ്രൊഡക്റ്റിന് ഒരു 977 മേളിൽ ഡെൻസിറ്റി ഉണ്ടെന്ന് കമ്പനി പറയുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം.